തിരുവനന്തപുരത്ത് അഡ്വക്കേറ്റ് മകൻ്റെ തലയ്ക്ക് കമ്പിപ്പാരയ്ക്കടിച്ചു. മകൻ വളരെ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. അഡ്വക്കേറ്റ് വിജയാനന്ദ് അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ്. ആ പയ്യന് അല്പസ്വല്പം ധാർഷ്ട്യവും ഹുങ്കും ഒക്കെ ആയിട്ട് ഇപ്പോഴത്തെ കുട്ടികളെ പോലെ തന്നെ വളർന്നു. അവരുടെ ലക്ഷറി ലൈഫിലേക്ക് നീങ്ങി. പിതാവും ഭാര്യയും ഭർത്താവും അവരുടെ പിടിയിൽ ആ കുട്ടി നിന്നില്ല. 17 ലക്ഷം രൂപയുടെ ഒരു മോട്ടോർ സൈക്കിൾ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്തു എന്നാണ് കരുതുന്നത്. ഏതായാലും മകന് ഇഷ്ടപ്പെട്ട മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്ത് പിതാവ് അങ്ങനെയെങ്കിലും ശാന്തമാകുമെന്ന് വിചാരിച്ചു. ആ കുട്ടിക്കൊരു വണ്ടി ഭ്രാന്ത് തന്നെയാണ്. കാരണം 50 ലക്ഷം രൂപയുടെ ഒരു ലക്ഷറി കാർ വേണം എന്ന് വാശി പിടിച്ചു. പിതാവിന് അത് കൊടുക്കാൻ കഴിയില്ല. ഇങ്ങനെ നമ്മുടെ വീടുകളിലെല്ലാം ഇതുപോലെയുള്ള കുട്ടികൾ ധാരാളമുണ്ട്. അവർക്ക് കർശനമായ ശിക്ഷ കൊടുത്ത് അവരെ വളർത്താത്തതിൻ്റെ കുഴപ്പമാണ് എന്നും ഒരഭിപ്രായമുണ്ട്. രണ്ടാമത് ഭയമില്ല. സമൂഹത്തിലുള്ള ഈ ലക്ഷറി ലൈഫ് കണ്ട് അതിലേക്ക് ആവേശിച്ച് കുട്ടികൾ വീട്ടിലെ മാതാപിതാക്കളെ ശല്യപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. പുതിയ തലമുറയുടെ ഒരു പ്രത്യേക സ്വഭാവം വിശേഷം തന്നെയാണ് ഇത്. കാരണം അവർക്ക് പണത്തെപ്പറ്റി അറിയില്ല. മാതാപിതാക്കൾ തീർച്ചയായിട്ടും കടം വാങ്ങിച്ചാലും അവർ പറയുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണം. അങ്ങനെ വാശി പിടിക്കുന്ന ചെറുപ്പക്കാരായ മൈനറായ ധാരാളം കുട്ടികളുണ്ട്. അങ്ങനെയുള്ളൊരു കുട്ടിയാണ് ഈ അഡ്വക്കേറ്റിൻ്റെ മകൻ ഋത്വിക് എന്ന് ഞാൻ കരുതുന്നു. ആ കുട്ടിയുടെ വീട്ടിലെ മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും ചെയ്തതായിട്ടാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അന്നേരം ഉണ്ടായ ആ ഡിഫൻസ് മെക്കാനിസത്തിൽ കൂടെ മകൻ്റെ തലയ്ക്ക് പാര കൊണ്ട് അടിപറ്റി ഗുരുതര അവസ്ഥയിൽ തന്നെ മകനെ ആശുപത്രിയിൽ മാതാപിതാക്കൾ തന്നെ കൊണ്ടുപോകേണ്ടി വന്നു. ഏതായാലും പോലീസ് ഇതിനെ സംബന്ധിച്ച ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ. വിജയാനന്ദിനെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. കേരളത്തിലെ പല വീടുകളിലും ഇതുപോലെയുള്ള ധാരാളം കുട്ടികളുണ്ട്. അവർ മൈനറാണ്. മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കത്തില്ല. സ്കൂളിൽ പോയാലും അവിടുത്തെ സ്കൂളിൻ്റെ കൺട്രോളിലും പോലും നിൽക്കത്തില്ല. പല വിധങ്ങളായ ലക്ഷറി ലൈഫിലേക്ക് അവർ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അവർ ഫുഡ് കാര്യത്തിലായാലും ശരി, വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും, സിനിമ കാണുന്ന കാര്യത്തിലായാലും ശരി, അതുപോലെ തന്നെ TV കാണുന്ന കാര്യത്തിലായാലും ശരി, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും ശരി, മൊബൈൽ ഫോൺ ഉപയോഗിക്കാനും അത്ര കടുത്ത നിർബന്ധം വീട്ടുകാരെ അടുത്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾക്ക് കാണുന്നത്. സമൂഹത്തിലെ പല നല്ല വീടുകളിലുള്ള കുട്ടികൾ ഇതുപോലെ വ്യതിചലിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച, അത് അവസാനം വയലൻസിലേക്ക് പോകും. പല രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സമാധാനപരമായിട്ട് ജീവിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല പലർക്കും. കാരണം കുട്ടികളുടെ ഇൻട്രാക്ഷൻ, മറ്റു കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷനും അവർ TVയും സിനിമയും എല്ലാം കണ്ട് കൂടുതൽ വയലൻസിലേക്ക് പോകുന്നു. അതുതന്നെയല്ല, സ്വഭാവ വൈകൃതങ്ങൾ പലതും ഉണ്ടാകുന്നു. ഇവർ യഥാർത്ഥത്തിൽ പലരും ഡ്രഗ്സ് ഉപയോഗിക്കുകയോ അതെങ്കിൽ ലിക്കർ കഴിക്കുകയോ ചെയ്യുന്നവരല്ല. അല്ലാതെ മാനസികമായ വിഭ്രാന്തി, മാനസികമായ വൈകല്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് പലതും കണ്ടും കേട്ടും മറ്റു ചില കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തി അനുകരിച്ചും വരുന്നത് കൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ പല വീടുകളിലുള്ളത്. ഇങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും സൈക്കാട്രിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. പതുക്കെ അതുങ്ങളെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഇതിനൊരു പരിഹാരം ഉണ്ടാകില്ല. പല വീടുകളിലും കുട്ടികളിലും ഈ രീതിയിലുള്ള പ്രവർത്തികൾ ധാരാളം കാണുന്നുണ്ട്. ധാരാളം ആൾക്കാർ ഞാനുമായിട്ട് ബന്ധപ്പെടുന്നവരെ പല വീടുകളിലും ഇത് തന്നെ ഉണ്ടാവും. നമ്മുടെയൊക്കെ വീടുകളിലെല്ലാം ഇതുപോലെയുള്ള പ്രവർത്തികൾ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾ ക്ഷമ നശിക്കും, ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്യും. കുട്ടിയെ കൊല്ലണമെന്നൊന്നും ഒരിക്കലും ഒരു മാതാപിതാക്കൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു ചിന്തയെ വരില്ല. പക്ഷേ വയലൻ്റ് ആവും. വളരെ ദിവസങ്ങളോളം ഈ പയ്യൻ ഇതുപോലെ വീട്ടുകാരെ പീഡിപ്പിക്കും വരുമ്പം തീർച്ചയായിട്ടും അവർ ചില കൺട്രോൾ വിട്ടുപോകും. അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ അഡ്വക്കേറ്റിന് വന്നതെന്ന് കരുതുന്നു. കുട്ടിക്ക് 17 ലക്ഷം രൂപയുടെ ഒരു മോട്ടോർ സൈക്കിൾ എന്തോ വാങ്ങിച്ചു കൊടുത്തു എന്നും പറയുന്നു. അത് കർക്കശമായ കുട്ടിയുടെ നിലപാട് കൊണ്ട് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മാറ്റാനായിട്ട് സാധിക്കാതെ വന്ന സന്ദർഭത്തിലാണ് ഇതുപോലെ വില കൂടിയ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ ഇടയായത്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന് തോന്നി ഇനി ലക്ഷറി ആയിട്ടുള്ള കാറ് വാങ്ങിക്കണം. കാറ് ഭ്രാന്തന്മാർ ധാരാളം കുട്ടികൾ കേരളത്തിലുണ്ട്. എല്ലാ വീടുകളിലും അങ്ങനെയുള്ള മൈനറായ കുട്ടികൾക്കും 2 വീലർ തന്നെ നിർബന്ധം കൊണ്ടും അവരുടെ ശല്യം കൊണ്ടും വാങ്ങിച്ചു കൊടുക്കുന്ന കാഴ്ചകൾ, അത് അപകടത്തിൽ ചെന്ന് ചാടുന്നത് നമുക്ക് കാണുന്നുണ്ട്.
അതുകൊണ്ട് നമ്മുടെ എല്ലാ സ്കൂളിലും കോളേജുകളിലും വളരെ കർശനമായ നിർദ്ദേശങ്ങൾ സാറന്മാർക്ക് കൊടുത്തിട്ട് വീട്ടിനെക്കാട്ടിലും കൂടുതൽ സമയം അവർ ചെലവഴിക്കുന്ന സ്കൂളായതുകൊണ്ട് സ്കൂളിൽ അങ്ങനെയുള്ള പ്രവർത്തികൾക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ ടീച്ചേഴ്സും അവിടുത്തെ പ്രിൻസിപ്പൽമാരും എല്ലാം ആ രീതിയിൽ തന്നെ ജോലി ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ സ്കൂളിലും കർശനമായ ഒരു നിയന്ത്രണത്തിൽ തന്നെ കുട്ടികളെ കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അതിൽ നിന്ന് വ്യതിചലിച്ച് പല കുട്ടികളും ചാടി പുറത്തേക്ക് പോകുന്നതും അപകടത്തിൽ ചെന്ന് പെടുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.